ഹായ് വണക്കം. അങ്ങനെ ഇന്ന് രേഖാചിത്രം എന്ന സിനിമയാണ് കണ്ടത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഒരു ട്രെയിലറൊക്കെ റിലീസായ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നു കാതോട് കാതോരം എന്ന സിനിമയുടെ ഒരു ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഭരതൻ, കമൽ, ജോൺ പോൾ തുടങ്ങിയവരുടെയൊക്കെ ഒരു കാസ്റ്റിങ്ങിനെയൊക്കെ ഭയങ്കരമായിട്ട് പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു സംഭവം. സോ ആ ഒരു ക്യൂരിയോസിറ്റിയും ഈ കഥയിലെ ഒരു മിസ്റ്ററിയും എന്താണെന്ന് അറിയുക എന്നുള്ളതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കാണാനുള്ള ഏറ്റവും വലിയൊരു ത്വര. മാത്രമല്ല ആസിഫ് അലി തലവൻ എന്ന സിനിമയ്ക്ക് ശേഷം, കിഷ്കിന്ധാകാന്ഡം എന്നൊരു സിനിമയ്ക്ക് ശേഷം മറ്റൊരു കഥാപാത്രവുമായിട്ട് എത്തുമ്പോൾ തലവന് ശേഷമുള്ള ഒരു പോലീസ് കഥാപാത്രം കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. എനിവേ, സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സംവിധാനം ജോഫിൻ ടി ചാക്കോ, നമ്മുടെ പ്രീസ്റ്റിൻ്റെയൊക്കെ സംവിധായകൻ. റൈറ്റേഴ്സ് ജോഫിൻ ടി ചാക്കോ, ജോൺ മന്ത്രിക്കൽ, രാമു സുനിൽ, അങ്ങനെ ഇവരും മൂന്നുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സിനിമയെ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരം, അടിപൊളിയായിട്ടുള്ളൊരു സമ്പൂർണ്ണ തൃപ്തി, ഒരു പൂർണ്ണതയുള്ളൊരു സിനിമ കിട്ടിയ ഒരു ഫീലായിരുന്നു. ഇനി സിനിമയുടെ ഡീറ്റെയിലിങ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആസിഫ് അലി, സിദ്ദിഖ്, ഇന്ദ്രൻസ്, ജഗദീഷ്, നിഷാന്ത് സാഗർ, ഹരിശ്രീ അശോകൻ, മനോജ് കെ ജയൻ, അനശ്വര രാജൻ, ഭാമ അരുൺ, സറിൻ ഷിഹാബ്, മേഘ തോമസ്, അങ്ങനെ തുടങ്ങി അത്യാവശ്യം നല്ല താരനിരയുള്ള ഒരു സിനിമയാണ്. കാരണം ഇത് പ്രസൻറ്റും പാസ്റ്റും കണക്ട് ചെയ്തു പോകുന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ നമുക്ക് കാണേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. തുടക്കം തൊട്ട് തന്നെ ഒരു സിനിമയുടെ കറക്റ്റ് ആംബിയൻസിലേക്ക് ഓഡിയൻസിനെ കൊണ്ടുവരാൻ സംവിധായകൻ അടിപൊളിയായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ഇതിലെ ഒരു മെയിൻ കഥാപാത്രം തുടങ്ങുന്ന ഒരു നറേഷൻ, ആ നറേഷനിൽ നിന്ന് അങ്ങോട്ട് കഥയുടെ ഒരു ത്വര ഓഡിയൻസിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നുണ്ട്. അതിനുശേഷം കഥ പല രീതിയിലേക്ക് ഇങ്ങനെ പറഞ്ഞു പോവുകയും ഒരേ സമയം തന്നെ പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു കാഴ്ചയും അതിനൊപ്പം തന്നെ പ്രസൻറ്റിലെ അന്വേഷണത്തിൻ്റെ നീക്കങ്ങളുമൊക്കെ വളരെ നൈസായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള ഒരു ചോദ്യം ഓഡിയൻസിൻ്റെ മുന്നിലും ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമയിൽ കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും കാതോട് കാതോരം എന്ന സിനിമയുടെ ഒരു ലൊക്കേഷൻ, ആ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിയുടെ തിരോധാനം, ആ തിരോധാനത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് പിന്നീട് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ആ സംഭവങ്ങളെ കറക്റ്റായിട്ട് സിനിമയ്ക്ക് ഉള്ളിലെ സിനിമ എന്ന് പറയുന്നൊരു കാറ്റഗറിയായിട്ട് കണക്ട് ചെയ്ത് അതിനെ വളരെ നൈസായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഏരിയാസിലുള്ള കണക്ഷൻസ് വളരെ നൈസായിട്ട്, വളരെ ചിന്തിച്ച് ആലോചിച്ച് കണക്ട് ചെയ്ത് കൊണ്ടുപോയൊരു ഏരിയാസാണ്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ സിനിമയുടെ ആർട്ട് വർക്ക്. ഗംഭീര ആർട്ട് വർക്കാണ്, അടിപൊളി ആർട്ട് വർക്കാണ്. അത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നൈസ് വർക്കാണ്. പിന്നെ ഈ സിനിമയിലെ കാസ്റ്റിംഗ് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഭരതൻ, ജോൺ പോൾ, കമൽ ഇവരെയൊക്കെ കറക്റ്റായിട്ട് ആ ഒരു കാലഘട്ടത്തിൻ്റെ അവരുടെ ഒരു ലുക്ക് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിനെ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് തോന്നില്ല ഇത് എന്താ പറയുക, വേറൊരു ആളിനെ വെച്ച് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നൊരിതില്ല. പകരം നമുക്ക് കാണുമ്പോൾ കറക്റ്റ് ആ ഫീച്ചേഴ്സ് വർക്കായിട്ടുണ്ട്, ആ ഫീച്ചേഴ്സ് പക്കയാണ് എന്ന് നമുക്ക് പക്ക ആ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലെല്ലാം ഉണ്ട്. ഇനി ഈ സിനിമയുടെ ഏറ്റവും കോർ എലമെൻറ്റ് സ്ക്രിപ്റ്റ്. ജോഫിൻ ടി ചാക്കോ, ജോൺ മന്ത്രിക്കൽ, രാമു സുനിൽ തുടങ്ങിയവരാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇവരുടെ ഒരു റൈറ്റിംഗ് ഗംഭീരമാണ്. കാരണം ആ ഓരോ കാര്യങ്ങളെ മറ്റൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോവുകയും ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെ കറക്റ്റായിട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു കണക്ഷൻസിനെ സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് അതിനെ ബ്ലെൻഡ് ചെയ്ത് പല സംഭവങ്ങളെയും കറക്റ്റായിട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് വരുന്ന ആ ഒരു രീതി അടിപൊളി. അതുപോലെ തന്നെ ഒട്ടും മുഷിപ്പിക്കാത്ത തരത്തിൽ കഥയെ കൊണ്ടുപോകുന്നൊരു റൈറ്റിംഗ് സ്റ്റൈൽ, അതും ഗംഭീരം. ജോഫിൻ ടി ചാക്കോ പ്രീസ്റ്റിന് ശേഷം സംവിധാനം ചെയ്തൊരു സിനിമയാണ്. ഒപ്പം പുള്ളിയെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു പക്വതയുള്ള ഒരു സംവിധായകൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു സിനിമ പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം ആ കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, ആ കൊണ്ടുവരുന്ന കഥാപാത്രങ്ങളുമായിട്ട് ഓഡിയൻസിന് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക, അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ശ്രമിക്കുക, അതിനെ കൃത്യമായ രീതിയിലേക്ക് കൊണ്ടെത്തിക്കുക. അത് വളരെ ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. ഇതിനൊരു ഇൻ്റർവെൽ ഇല്ല എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ബട്ട് തിയേറ്ററിൽ ഇൻ്റർവെൽ വന്നു. ഇൻ്റർവെൽ കട്ട് അല്ലെങ്കിൽ ഇൻ്റർവെൽ എന്ന് പറയുന്നൊരു പോർഷൻ ഈ സിനിമയ്ക്ക് വെച്ചിട്ടില്ല, അങ്ങനെ ഒരു ടൈറ്റിൽ വെച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു മെയിൻ എലമെൻറ്റ്. സോ
ഒരു പോർഷനിൽ കൊണ്ടുവന്ന് നിർത്തുകയും അവിടുന്ന് പിന്നീട് അങ്ങോട്ട് കഥ മറ്റൊരു തരത്തിലേക്ക് അങ്ങോട്ട് മാറുകയാണ്. കാരണം ഇതൊരു ത്രില്ലർ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ആ ത്രില്ലിങ് എലമെൻസിനെ പിക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഓരോ സ്ഥലങ്ങളിലും പ്ലേസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഓഡിയൻസിന് കിട്ടുന്ന ഒരു സ്ലോ ബേണിംഗ് ഐറ്റം ഉണ്ട്. അതിങ്ങനെ പതുക്കെ കത്തി ഇങ്ങനെ കയറും. ആ പിച്ച് പിന്നെ അങ്ങ് മുകളിലേക്ക് പോവുകയാണ്. അത് വളരെ ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്, അതിനകത്തൊന്നും പറയില്ല. ഇനി പെർഫോമൻസുകളിലേക്ക്. ആസിഫ് അലി, ഒന്നും പറയാനില്ല, പുള്ളിക്കാരൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അടിപൊളിയായിട്ട് ചെയ്തു. ഒരു പക്വതയുള്ള പോലീസ് ഓഫീസർ, അതിപ്പോൾ നമ്മൾ തലവനിൽ കണ്ടതാണ്. പുള്ളിക്കാരൻ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു നല്ലൊരു ആക്ടറായി മാറിക്കഴിഞ്ഞു. ആളുടെ ഉള്ളിൽ ആ ഒരു കഥാപാത്രങ്ങളെ കറക്റ്റായിട്ട് പുള്ളിക്കാരൻ പ്ലേസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ പാസിഫിക്ക. ഇതുപോലുള്ള നല്ല സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ ഇനിയും മുന്നോട്ട് പോവുക. നിങ്ങളുടെ അഭിനേതാവിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾ ഒരു കിടിലൻ പൊട്ടൻഷ്യലുള്ള ഒരു ആക്ടറാണ്. അത് ഈ സിനിമയിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാം വളരെ ഗംഭീരമായിട്ട് ചെയ്തു. ഒരു ഹീറോ സ്ലോ മോഷനിൽ നടന്നു വരുമ്പോൾ നമുക്ക് ചില ഇടങ്ങളിൽ കൈയടിക്കാൻ തോന്നും. ബട്ട് ഈ സിനിമയിൽ ഒരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻറ്റിൽ അയാൾ നടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് അയാളുടെ എക്സ്പ്രഷനിലൂടെ നമ്മുടെ മനസ്സിലേക്ക് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമയും ആ അഭിനേതാവും അവിടെ ജയിച്ചു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാം, എസ്പെഷ്യലി അനശ്വരനെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ എലമെൻ്റ് ആയിട്ടാണ്. കാരണം ഈ സിനിമയുടെ ഏറ്റവും കോർ എലമെൻറ്റ് അനശ്വരയാണ്. പുള്ളിക്കാരിയുടെ ആ ഒരു ഫ്രഷ്നെസ്സും പുള്ളിക്കാരിയുടെ ആ ഒരു ഓറയൊക്കെ അടിപൊളിയായിട്ട് ഈ സിനിമയിൽ വർക്കായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ പലയിടങ്ങളിലും അനശ്വരയെ കാണിക്കുമ്പോൾ ഒരു കന്യാസ്ത്രീയുടെ രൂപത്തിലാണ് അവരെ കാണിക്കുന്നതെങ്കിൽ പോലും അവരൊരു ഏഞ്ചലിനെ പോലെ ഫീൽ ചെയ്തു. ബിക്കോസ് അവർ ഭയങ്കര ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അവരെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ അവരെ പ്ലേസ് ചെയ്യുന്നതാണെങ്കിലും അവരുടെ പാഷനാണെങ്കിലും ഒക്കെ ഒരു ഓഡിയനുമായിട്ട് കറക്റ്റായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ചില മൊമെൻറ്റ്സിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒരു ചെറിയ വിഷമം തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് എവിടേക്കോ കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഒക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഈ പെർഫോമൻസുകളിൽ തന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ ഒക്കെ പെർഫോമൻസ് അടിപൊളിയാണ്. സിദ്ദിഖ് തുടക്കത്തിൽ കുറച്ച് ഭാഗത്താണ് പുള്ളിയുടെ ഒരു ക്യാരക്ടറിൻ്റെ മെയിൻ പോർഷൻ, അത് പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിശാന്ത് സാഗർ നന്നായിട്ട് പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ഓരോരുത്തരും വന്നു പോയിട്ടുള്ള ഓരോ ആൾക്കാരും, എനിക്കൊന്ന് മേഘ തോമസ് ആണെന്ന് തോന്നുന്നു സിസ്റ്ററിൻ്റെ വേഷം ചെയ്തിരിക്കുന്നത്, അവരും ഇടുതായിട്ട് പെർഫോം ചെയ്തു. ഈ രണ്ട് കാലഘട്ടങ്ങളെ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ആ പഴയ കാലഘട്ടത്തിനെ റിക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി, അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടി ജി രവിക്ക് വേണ്ടിയിട്ട് ടി ജി രവിയുടെ ചെറുപ്പകാലം അഭിനയിച്ചിരിക്കുന്നത് ശ്രീജിത്ത് ഏട്ടനാണ്. പുള്ളിക്കാരൻ ആ ഒരു അവരുടെ എന്തായാലും അച്ഛനും മകനുമാണ്. അതുപോലെ തന്നെ സിദ്ദിഖിൻ്റെ മകനാണ് ഇതിൽ പഴയകാലം അഭിനയിച്ചിരിക്കുന്നത്. സറിൻ ഷിഹാബ്, പുള്ളിക്കാരിയുടെ ക്യാരക്ടറും അടിപൊളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോരുത്തരും എന്താണ് ഏതാണെന്നിങ്ങനെ ഓരോ തരത്തിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ അവസാന ഭാഗമൊക്കെ എത്തുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്, ചിലയിടങ്ങളിൽ ഭയങ്കര ത്രില്ലിങ് ആവുന്നുണ്ട്. ടോട്ടലി ഇതൊരു ഇമോഷണൽ ത്രില്ലർ എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു കിടിലൻ ത്രില്ലർ മൂവിയാണ് രേഖാചിത്രം. സോ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. ഇൻഷോട്ട് മലു സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന റിവ്യൂസും റോസ്റ്റിങ്ങും ഒക്കെ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിങ്ങും ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.